അറിയാതാരോ എഴുതും കഥകൾ. ഓരോ നേരം കാണുമ്പോഴും സ്വപ്നം പോലെ തോന്നും നിമികൾ. പോകെ പോകെ അഗാധമായി സ്നേഹമാമീ കടൽ. നെഞ്ചൊടിയിൽ വിരിയും ചെറുപ്പുഞ്ചിരിയും മിഴികൾ ചൂടും നാണച്ചിമിഴും. ഇനിയും കാരണമെന്തു വേണം, മീട്ടാൻ പ്രണയം തൂവും ഈണം. മറുവഴിയ ഉരുകിടുമീ കരയെ തഴുകിടുമോ ചെറുനനവാൽ പതിയെ. പറയാത്തതും അറിയുന്നുവോ, പകരാത്തതും നുകരുന്നുവോ, കടലാഴമേ കനവേ. உணர்வேன் உயிரில் என் ஆசை எல்லாம் சேர்த்து ஓர் கடிதம் வரைகிறேன் அன்பே. உன் விழிகளில் விழுந்து நான் எழுகிறேன், எழுந்துவேன் மறுபடி விழுகிறேன். தூரத்தில் தோன்றிடும் மேகத்தை போலவே நான் உன்னை பார்க்கிறேன் அன்பே. சாரலாய் ஓர் முறை நீ என்னை தீண்டினாய், உனக்கது தெரிந்ததா அன்பே? என் மனம் காணலின் நீரென ஆகுமா, கைகளில் சேருமா அன்பே? நேசிக்கும் காலம்தான் வீணென போகுமா, நினைவுகள் சேர்க்கிறேன் இங்கே. ஆயினும் காதலின் கைகளில் விரும்பியே விழுகிறேன் அன்பே. തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ, ഇനി എന്നുമെന്നും ഇതുപോലെ നമ്മൾ കനവാർന്ന സ്നേഹമഴയാ. തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ.
വീശുമഴകേ. സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ. സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ. മാലാഖമാർ വരും വഴി താരയിൽ കണ്ടിന്നു ഞാൻ ആരും തൊഴും പൊൻതാരമായി. മാലാഖമാർ വരും വഴി താരയിൽ കണ്ടിന്നു ഞാൻ ആരും തൊഴും പൊൻതാരമായി. മെല്ലെ മെല്ലെ എന്തോ ചൊല്ലും കാമനകൾ തൂമഞ്ഞു വീണ വഴിയേ. വെൺതൂവൽ വീശുമഴകേ. പിന്നിലാവിൻ ഹൃദയമരുവിൽ തളിരണിഞ്ഞു കനകലതകൾ. പിന്നിലാവിൻ ഹൃദയമരുവിൽ തളിരണിഞ്ഞു കനകലതകൾ. പ്രേമാമൃതം തരും ഇളം ചുണ്ടിൽ തേനൂറുമാറും പനീർ പുഞ്ചിരികൾ. പ്രേമാമൃതം തരും ഇളം ചുണ്ടിൽ തേനൂറുമാറും പനീർ പുഞ്ചിരികൾ. വരൂ പ്രിയേ ഉള്ളിൽ കൊഞ്ചും പൈങ്കിളിയായി തൂമഞ്ഞു വീണ വഴിയേ. വെൺതൂവൽ വീശുമഴകേ. എന്നെ അവൻ തൃണമുള്ളവരെ എന്നും നേടുന്നു പരൻ. എന്നിടയൻ യഹോവാ പിതാവാം. ഒന്നും എനിക്കു കുറഞ്ഞു വരാ. ശാന്തജലത്തരികിൽ കിടത്തി കാത്തിരിക്കും നിജനാത്മജയും. മുഖാന്തരം താൻ സന്തതം നീതിയിൽ നടത്തുമെന്നെ. എന്നിടയൻ യഹോവാ പിതാവാം. ഒന്നും എനിക്കു കുറഞ്ഞു വരാ. ശത്രുക്കൾ കാൺകേനിക്കു ഭയം. സത്യവുരുത്തിയാനന്ദതൈലം വാർത്താഭിഷേകം ചെയ്യുന്നുവല്ലോ. മനമതിയാനന്ദം കവിഞ്ഞിടുന്നു. എന്നിടയൻ യഹോവാ പിതാവാം. ഒന്നും എനിക്കു കുറഞ്ഞു വരാ. വാഴ്ചയിൽ നന്മകൃപ എന്നുമേ പിന്തുടരും.
പിതാവാം ഒന്നും എനിക്കു കുറഞ്ഞു വരാം. 67-ാം സങ്കീർത്തനം. ദൈവം നമ്മോട് കൃപ ചെയ്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ അങ്ങയെ സ്തുതിക്കും, സകല ജാതികളും അങ്ങയെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. അങ്ങ് വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ അങ്ങയെ സ്തുതിക്കും, സകല ജാതികളും അങ്ങയെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും ദൈവത്തെ ഭയപ്പെടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആരെയെങ്കിലും പെടുമെന്ന പ്രകാരം തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നീതിമാനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹം നിറഞ്ഞ ഈ നല്ല പകലിനായി നാഥ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം സന്തോഷപൂർണമായൊരു ദിനം കൂടി കാണുവാൻ, ഈ ദിനത്തിൽ അവിടുന്ന് ഞങ്ങൾക്കായി കരുതി വെച്ച നന്മകൾ അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുകയാണ്. സ്തോത്രം. എന്തുദ്ദേശത്തോടുകൂടെ ഞങ്ങൾ ഈ ഭാഗത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്നുള്ളത് നാഥ അവിടുന്ന് മുന്നമേ അറിഞ്ഞ മഹാകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ഭവനത്തിലെ പ്രിയ മാതാപിതാക്കൾക്ക് ജനിച്ച് വളർത്തപ്പെട്ടതായ സ്നേഹ എന്ന പ്രിയ മകൾക്കായി ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളുടെ ജനനം മുതൽ ഇതുവരെയും അവിടുത്തെ അത്ഭുത കരങ്ങളിൽ പ്രിയ മകളെ അവിടുന്ന് വഹിച്ചുവല്ലോ. സ്തോത്രം. വിവാഹപ്രായം എത്തിയപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച തക്കതായ തുണയെ കണ്ടെത്തുവാൻ ദൈവം സഹായിച്ചുവല്ലോ. കർത്താവേ, ഈ ദിവസം പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് അവർ വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാമെന്ന് സമ്മതിക്കുകയും പരസ്പരങ്ങൾ മോതിരങ്ങൾ കൈമാറി സ്നേഹബന്ധത്തിന്റെ അടയാളം സ്വീകരിക്കുകയും എൻഗേജ്മെന്റ് ശുശ്രൂഷയിലേക്ക് പങ്കുചേരുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിന് പരിശുദ്ധാലയത്തിൽ വെച്ച് നടക്കപ്പെടുന്ന ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർ ദൈവസന്നിധിയിൽ ചെയ്യുന്നതായ പ്രതിജ്ഞകൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. കർത്താവെ, തുടർന്ന് നിശ്ചയിക്കപ്പെടേണ്ടുന്ന സമയത്ത് പരിശുദ്ധ വിവാഹ ശുശ്രൂഷ നടക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അനുഭവിപ്പാൻ പ്രിയമകൾക്ക് അവിടുന്ന് ഭാഗ്യമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമകൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന വരനായി പ്രിയമകനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവ സാന്നിധ്യം കൊണ്ടിരിക്കണം. ഇന്നത്തെ ശുശ്രൂഷ അവിടുന്ന് ധന്യമാക്കണം. ദേവാലയത്തിലേക്ക് പ്രിയ മകളും മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുടെ ബന്ധുമിത്രാദികളുമായി കടന്നു പോകുവാനായി ഇറങ്ങുമ്പോൾ ദൈവസാന്നിധ്യം യാത്രയിൽ കൊണ്ടിരിക്കണം. ദേവാലയത്തിലെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. സൽക്കാര്യാദികളെ അനുഗ്രഹിക്കണം. കാലാവസ്ഥയെ അനുകൂലമാക്കി നൽകിയതിനായി നന്ദി. സകലവും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. അവിടുത്തെ സഹായം കൂടാതെ ഞങ്ങൾക്കൊന്നും ഉചിതമായി ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണം. ക്രിസ്തുയേശുവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ഉണ്ടാവുകയും നാം എല്ലാവരോടും പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് നടക്കപ്പെടുന്ന ശുശ്രൂഷയോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ. മനസ്സാകുമോ സുഖമാക്കുവാൻ മതിയാ
സുഖമാക്കുവാൻ മതിയാവില്ല മരുന്നേതുമേ.
ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവർക്കും ഔപചാരികമായി ഈ ഇടവകയിലെ ശുശ്രൂഷകരായ ബഹുമാനപ്പെട്ട രാജേഷ് ശുശ്രൂഷകർ ഇപ്പോൾ ഔപചാരികമായ സ്വാഗതം വിവാഹമായി ബന്ധപ്പെട്ട ഈ ആയിരിക്കുന്ന നിങ്ങളോട് സ്വാഗതം ആശംസിക്കാനാണ് അതിന് മുൻപായി കാര്യം പറയുവാനായിട്ടുള്ളത് പരിശുദ്ധ ദേവാലയത്തിലെ ഈ പരിശുദ്ധമായ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും ശക്തരായ ശുശ്രൂഷയിൽ സഹകരിക്കുക. മൊബൈൽ ഫോൺ ആരും ദേവാലയത്തിൽ ഉപയോഗിക്കുന്നത് ആരെങ്കിലും പാദരക്ഷകൾ വിട്ടുകൊള്ള ദേവാലയത്തിലേക്ക് ദയവായി പാദരക്ഷകൾ പുറത്ത് ദേവാലയത്തിലെ ശുശ്രൂഷയിൽ സഹകരിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കുള്ള അംഗത്വം നിർവഹിക്കുന്നത് ഈ സഭയുടെ അധ്യക്ഷനും കുടിവെള്ളം ക്രിസ്തുവിന്റെ അധ്യക്ഷമായിരുന്ന ബഹുമാനമുള്ള വേദാചാര്യകളാണ്. അച്ഛൻ ഏറ്റവും സ്നേഹത്തോടും ആദരവോടുകൂടെ ശുശ്രൂഷയ്ക്കായി അതുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഈ ശുശ്രൂഷകളിൽ സാന്നിധ്യം കൊണ്ട് അടങ്ങിയിരിക്കുന്ന വൈദികർ CSI പുറത്തൂർ സഭയിൽ ശുശ്രൂഷ നിർവഹിക്കുന്ന അവർ പ്രകാശദാസിന്റെ അവർ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടുകൂടെ ഈ ശുശ്രൂഷയിൽ സ്വാഗതം ചെയ്യുന്നു. നെല്ലിമൂട് ഇടവകയിൽ ആളുകൾ ശുശ്രൂഷ നിർവഹിക്കുന്നവർ സംഘമാർ അവരുടെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. CSI സത്യം ഇടവകയിൽ ശുശ്രൂഷകനായിരിക്കുന്ന രജീഷ് ശുശ്രൂഷയിൽ സഹകരിക്കുന്നു. അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വാരപ്പുഴ ഇടവകയിൽ ആളുകൾ ശുശ്രൂഷ നിർവഹിക്കുന്ന മനീഷ് നമ്മോടൊപ്പമായിരിക്കുന്നു. അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. CSI ഇടവകയിൽ ശുശ്രൂഷ നിർവഹിക്കുന്ന അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. CSI വെങ്ങാനൂർ ഡിസ്ട്രിക്റ്റിലെ അധ്യക്ഷനും വെങ്ങാനൂർ ഇടവകയുടെ അധ്യക്ഷനായിരുന്ന സ്നേഹമുള്ള മൂല്യമുണ്ട്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. CSI വിഴിഞ്ഞം ഇടവകയുടെ അധ്യക്ഷനും ഡിസ്ട്രിക്റ്റിന്റെ അധ്യക്ഷനായിരുന്ന സത്യപാലനുണ്ട്. അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാളുകളിൽ CSI വാലപ്പുഴ ഇടവകയിൽ ശുശ്രൂഷകനായിരിക്കുന്ന ആൽബി ജോർജ് വിശേഷങ്ങളുണ്ട്. ശുശ്രൂഷകളെ സ്വാഗതം ചെയ്യുന്നു. ഈ ഏറ്റവും സന്തോഷത്തോടെ ശുശ്രൂഷകനായിരിക്കുന്ന സ്നേഹിതരെ സ്വാഗതം ചെയ്യുന്നു. അവരുടെ മാതാപിതാക്കൾ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ എല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ മാതാപിതാക്കളായിരിക്കുന്ന ഗായക സംഘത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വീഡിയോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും വെങ്ങാനൂർ ഡിസ്ട്രിക്റ്റിലെ അധ്യക്ഷനായ വില്യപ്രവർത്തനെ പ്രാർത്ഥന ഈ ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് എല്ലാ മതങ്ങളിലുടെയും മധ്യസ്ഥനായിരിക്കുന്ന ദൈവമേ, സദസ്തപിതാവേ, അവിടുത്തെ ദിവ്യമായ കൃപയിൽ ആശ്രയിച്ച് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ആദ്യ ഉടമ്പടിയായ മധുരമാക്കൽ ശുശ്രൂഷയ്ക്കായി തിരുസന്നിധിയിലേക്ക് സമീപിച്ചു വന്നിരിക്കുന്ന പ്രത്യാശ, സ്നേഹ എന്നീ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ദിവ്യമായ കൃപയും സാന്നിധ്യവും അവരോട് കൂടെയിരിക്കുകയും
ഇന്നയോളം പരിപാലിക്കുകയും ചെയ്തുവല്ലോ. ദൈവസന്നിധിയിൽ ഇന്നെടുക്കുന്ന ഉടമ്പടി ജീവിതാന്ത്യം വരെ പാലിക്കപ്പെടാൻ അവിടുത്തെ ആത്മാവിനാൽ സഹായിക്കണമേ. ഇരുവരുടെയും മാതാപിതാക്കൾക്കായി ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഈ ആരാധനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വേദാധ്യക്ഷനായി ഞങ്ങൾ നന്ദി അറിയിക്കുകയും ഈ ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച ഈ ശുശ്രൂഷയെ നയിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരികെമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ കൃപ പകരണമേ. ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തിനായി നന്ദി അറിയിക്കുന്നു. സാക്ഷ്യം വഹിക്കാൻ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോട് ദൈവസാന്നിധ്യത്തോട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ തിരികെമാകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ സാന്നിധ്യം ഈ ആരാധനയിലൂടെ അവിടുന്ന് പകരണമേ. പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ ശുശ്രൂഷ ആരംഭിക്കട്ടെ. ആദ്യവസാനം തിരുസാന്നിധ്യം ഞങ്ങളോട് ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. നിൽക്കുമ്പോൾ തന്നെ ഇവരുടെ കൃത്യമായിട്ടുണ്ട്. നെഞ്ചിൻ്റെ പല ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിതാവാണ്. ഒന്നാമത്തെ ഗാനമായ വേർതിരിച്ച്
ജനം കൊണ്ട് യഹോവയെ സ്തോത്രം ചെയ്യുകയും 10 കവിയുള്ള ഇടം കൊണ്ട് അവരെ സ്തുതിപ്പാടുകയും അവരെ പുതിയ പാട്ട് പാടുകയും ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം പാടുകയും യഹോവയുടെ വചനം ദൈവമുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദൈവമുണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിൽ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും പ്രവർത്തിക്കുന്നു. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ ഉപകാരമായി കൊടുക്കുന്നു. അവൻ ആഴികളെ ഭണ്ഡാരത്തിൽ സംഭരിക്കുന്നു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ സഹിക്കട്ടെ. അവൻ നന്മ ചെയ്തു, അവനെ സംബന്ധിച്ചു. അവൻ കൽപ്പിച്ചു, അവനെ സ്ഥാപിതമായി. യഹോവ ജാതികളുടെ ആലോചനയെ ലക്ഷ്യമാക്കുന്നു. വംശങ്ങളുടെ തിരുമണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായി, അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായി നിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ മനുഷ്യരെ ദൂതമായി ഭാഷകൾ സംസാരിച്ചാൽ ദൈവത്തിൻ്റെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹിതരുടെയും സാക്ഷ്യക്കാരുടെയും മുമ്പാകെ കഴിവൂർ ഡിസ്ട്രിക്റ്റിൽ വാലഗ്രാം സ്റ്റേഷനിലെ രോഗിയും നിവാസിയും ശ്രീമാൻ രാജ്കുമാറിൻ്റെയും ശ്രീമതി ഷീജയുടെയും മകൻ പ്രത്യാശയുടെയും കൊടിയൂർപ്പാടം ഡിസ്ട്രിക്റ്റിൽ കൊടിയൂർപ്പാടം സ്റ്റേഷനിലെ രോഗിയും ഓണക്കോട് പിള്ളയും ശ്രീമാൻ ജി ജോർജിൻ്റെയും ശ്രീമതി അനിതയുടെയും മകൾ സ്നേഹിതി തമ്മിൽ വിവാഹത്തിലാകുവാനും ഒരു പുതിയ കുടുംബം എടുക്കുവാനും സമ്മതിച്ചിരിക്കുന്നു. ഈ തീരുമാനം ദൈവം അംഗീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരുന്നു. അതോടൊപ്പം നിങ്ങൾ രണ്ടുപേരും ദൈവത്തിനായി പ്രാർത്ഥിച്ച് പുതിയ കുടുംബ ജീവിതത്തിനായി ഒരുങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. ക്രിസ്തീയ വിവാഹ ആരാധനയിലൂടെ യോജിക്കപ്പെടുന്ന കുടുംബത്തിൽ പ്രതിശുദ്ധ വധൂവരന്മാരായി പ്രത്യാശയും സ്നേഹിക്കുകയും പരസ്പരം അംഗീകരിക്കുകയും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുമെന്ന് മാതാപിതാക്കളായി നിങ്ങൾ സമ്മതിക്കുന്നുവോ?
സ്നേഹം എന്ന ഈ സ്ത്രീയെ നീ നിന്റെ പ്രതിശുദ്ധമായി സ്വീകരിക്കുന്നതിനായി സമ്മതിക്കുന്നു. പ്രത്യാശ എന്ന ഈ പുരുഷനെ നീ നിന്റെ പ്രതിശുദ്ധവരനായി സ്വീകരിക്കുന്നതിനായി സമ്മതിക്കുന്നു. ഈ മാതാപിതാക്കളും അവരുടെ പ്രിയമക്കളും നടത്തിയ സമ്മതം ദൈവം അംഗീകരിച്ച് വിവാഹ ജീവിതത്തിനായി നിങ്ങളെ ഒരുക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വിശേഷ വസ്തുക്കളെയും ദൈവാസനത്തെയും സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ മോദനങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ഇത് നൽകുന്ന അവിടുത്തെ മക്കൾ പരസ്പരം സ്നേഹത്തിൽ ജീവിതത്തിൻ്റെ അതിരെയും ഭൂമിയിൽ പാർക്കാൻ അവിടുത്തെ കൃപകൊണ്ടവരെ സമാധാനമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മോദനങ്ങൾ സ്നേഹത്തിൻ്റെ പ്രതീകമായി, അന്യോന്യത്തിൻ്റെ വിശ്വസ്തയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായി ദേവപരകളിൽ ശോഭിക്കുവാൻ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകപ്പെടുന്ന വിശേഷ വസ്ത്രത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവാനുഭവങ്ങളെ ഇന്ന് ദേവന്റെ ഭവനത്തിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ വിശേഷ വസ്തുക്കളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് കൈകളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അവിടുത്തെ മരണം നടക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ പിതാവായ യേശു ക്രിസ്തു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. Turn your ear to heaven and hear the noise inside, the sound of angels and the sound of angels' songs, and all this for a king. We could join and sing all to Christ the King. How constant, how divine, this song of ours will rise. Oh, how constant, how divine, this love of ours will rise, will rise. Oh, praise Him. Oh, praise Him. He is holy. He is holy. Yeah. Turn your gaze to heaven and raise a joyous noise. For the sound of salvation come, the sound of rescued ones, and all this for a king. Angels join to sing, all for Christ our King. Oh, praise Him. Oh, praise Him. He is holy. He is holy. Yeah. Oh, praise Him. Oh, praise Him. ദൈവനാമത്തിൽ ഞങ്ങൾ
വിവാഹാനന്തരമുള്ള കുടുംബജീവിതത്തിനായി ദൈവസന്നിധിയിൽ ഞങ്ങൾ വിനയത്തോടെ സമർപ്പിക്കുന്നു. ആമേൻ. പ്രത്യാശയും സ്നേഹിയും തമ്മിൽ വിവാഹസമ്മതം പ്രഖ്യാപിക്കുകയും അടയാളമായി മോതിരം കൈമാറുകയും ചെയ്തിരിക്കുന്നതിനാൽ ഇവർ ക്രിസ്തീയ മാർഗപ്രകാരം വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ പ്രസ്താവിക്കുന്നു. ആമേൻ. ഇരിക്കാം. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതിനായി വന്ദനം എന്ന ഗാനം, ഈ പാഠശാലയുടെ രണ്ടാമത്തെ ഗാനം ഉയർന്നു ചേർന്നു. Ishwara
ആഗ്രഹിക്കാനും പ്രത്യേകയും സ്നേഹിയും അങ്ങ് വഴിയിലേക്കാണ് കർത്താവിൽ നിന്ന് ഇന്ന് അങ്ങേ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ മക്കളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷ നിർവഹിക്കുവാൻ അങ്ങ് തിരുമനസ്സായ വഴിയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ മക്കളെടുത്ത് ഉടമ്പടി തങ്ങളുടെ ജീവിത അവസാനം വരെ നാം സൂക്ഷിക്കുവാൻ ആവശ്യമായ മുഖാന്തരങ്ങളെ അത് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ ഒരുക്കുവാൻ അവിടുത്തെ മക്കളെ നമ്മൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിത ലൗകിക്കാനായി അങ്ങേയും പൗത്രിക്കുവാൻ അങ്ങ് സഹായിക്കണം. വിവാഹത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും നിർവഹിക്കുവാൻ മാതാപിതാക്കളെയും അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ സാമ്പത്തികമായ ഭദ്രതയും അങ്ങ് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന അവിടുത്തെ മകൾക്കായി പ്രാർത്ഥിക്കട്ടെ. അവിടുത്തെ മകളെ പ്രാർത്ഥനകളിൽ വഹിക്കുവാൻ എല്ലാവരെയും അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങ് ധന്യമാക്കിയ വലിയതിലേക്കാണ് സ്വാഗതം. തുടർന്ന് അവിടുത്തെ അനുഭവിക്കാനാണ് അങ്ങനെ പ്രാർത്ഥന. യേശു നാമത്തിൽ ചോദിക്കുമ്പോൾ പ്രാർത്ഥനകളിൽ സ്വർഗീയ നൽകുന്നതാവേ. ആമേൻ. ഈ ഓർമ്മ ഉപയോഗിക്കുന്ന വൈദ്യം മിക്കവാറും എന്നെ ഒഴികെ മറ്റുള്ള എല്ലാ അച്ഛന്മാരും പ്രത്യാശ ഇടവകയായ പാലമുള ഇടവകയിലെ മുൻപ് ശുശ്രൂഷകരായിരുന്ന അച്ഛന്മാരാണ്. അതുകൊണ്ട് തന്നെ പ്രത്യാശയുടെ ജനനം മുതൽ ഈ പ്രായത്തിലുള്ള വളർച്ചയെക്കുറിച്ച് എല്ലാ അച്ഛന്മാർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രത്യാശത്തിന്റെ യൗവനകാലത്തിൽ കൗമാരകാലത്തിലായതുപോലെ നമ്മുടെ പ്രകാശദാസത്തിന് ഇപ്പോൾ ദൈവത്തിൽ നിന്നും അല്ലാതെ ആശംസ പറയും. പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ എൻ്റെ അനുഭവമാണ്. എൻ്റെ മക്കളിൽ ഉണ്ടോളാണ് ഈ ഇടവകയിലെ എല്ലാ ശുശ്രൂഷകളും വയറടക്കമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനെ ഇന്നത്തെ ശുശ്രൂഷകളിൽ ഉൾപ്പെടുന്ന ആദരണീയനായ നമ്മുടെ അധ്യക്ഷൻ തീരുമാനിച്ച സഹശുശ്രൂഷകരായി പങ്കെടുക്കുന്ന വൈദികരെ സഭാ ശുശ്രൂഷകരെ ഇന്നത്തെ ആദരണീയനായ ഉടമേയനായ അഭ്യാസ സ്നേഹ ഇരുവരുടെ രക്ഷകരായ ദൈവങ്ങളെ തിരുമുറിയിൽ വെച്ച് പറഞ്ഞു 3-4 മിനിറ്റ് മാക്സിമം വളരെ 5 മിനിറ്റ് ആ ചാനലുകളിൽ പറയുന്നത് ജനങ്ങൾ മുതലുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ജനങ്ങൾ മുതലുള്ള കാര്യങ്ങൾ പറയാനായിട്ട് 3-4 മിനിറ്റ് മതിയോ എന്നവർ ആശങ്ക. അതുകൊണ്ട് തന്നെ ഈ പ്രത്യാശയെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. പ്രത്യാശയെക്കുറിച്ച് ഞാൻ ആ ഇടവകയിലിരുന്നപ്പോൾ അവർക്ക് നല്ല യൗവനകാലം ആ സമയത്ത് എല്ലാ കാര്യങ്ങളും വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന പയ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരുഷനാണ് നമ്മുടെ ദേവനായ പ്രത്യാശ. അവരുടെ സ്വഭാവത്തെ കുറിച്ച് ഒറ്റ വാക്കിലേക്ക് പെട്ടെന്ന് വാക്കൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ അല്ലേ അതാണ് ഒരു രൂപമില്ല. അപ്പോൾ അത് മനസ്സിലാക്കി അങ്ങനത്തെ കാര്യങ്ങൾ പറയാനുള്ള സമയത്ത് അച്ഛന്മാരാണ് അവരുടെ പാപ്പയോ അമ്മയോ സ്നേഹം പറഞ്ഞ സ്നേഹത്തെ പറയുമ്പോൾ സാധുവിന്റെ സ്നേഹം ട്യൂഷൻ ക്ലാസ്സിലെ അവരിൽ നിന്ന് പ്രായം അയൽവാസികൾ പറഞ്ഞാൽ അവരുടെ മറുപടി എന്ന് പറയുന്നത് അതൊരു വളരെ
ചെറുപ്പത്തിലെ ഒരു ജീവിതം വളരെ ഭീകരമാണ്. ഒരു 3 മിനിറ്റ് വിളിച്ചിട്ട് കാര്യങ്ങൾ. ഈ സാധാരണ ഈ വിവാഹ ദിവസത്തില് പെരുമാറ്റങ്ങൾ പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. വിവാഹ നിശ്ചയത്തിന് പ്രസംഗമായെന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്? ചിന്തിച്ചപ്പോ 2 കാര്യങ്ങൾ മാത്രമുള്ളത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ചില മാസങ്ങളിലേക്ക് പ്രവേശിക്കും. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ പാകപ്പെടേണ്ട ദിവസമാണ്. ഇന്നു മുതൽ നിങ്ങൾ പാകമായി കഴിയുന്ന ദിവസമാണ്. എവിടെയൊക്കെ എങ്ങനെയാണ് പാകമാകേണ്ടത്? ഈ കാലഘട്ടത്തെ കുട്ടികളുടെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ കുടുംബത്തിൽ പ്രവേശിച്ചാൽ പിന്നെ അപ്പൻ വേണ്ട, അമ്മ വേണ്ട, വളർത്തിയ സഭ വേണ്ട, ബന്ധുക്കളൊന്നും വേണ്ട, ഞങ്ങൾ മാത്രം മതി അടിച്ചു കുറിച്ച് ജീവിക്കും. പക്ഷെ അതല്ല, ചിന്തിക്കുന്നില്ല. എങ്ങനെ പാകപ്പെടണം, എങ്ങനെയാണ് പാകപ്പെടേണ്ടത്? ഇതുവരെ പ്രത്യാശ സ്നേഹം വിളിച്ചിട്ടില്ല. അതെനിക്കറിയാം. പക്ഷെ ഇന്ന് മുതൽ വിളിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പാകപ്പെടേണ്ടത് എങ്ങനെ സ്നേഹം വിളിച്ചിട്ട് നമ്മൾ മാത്രം മതി. അമ്മ പറയുന്നത് കേൾക്കണം, അമ്മ പറയുന്നത് കേൾക്കണം. പക്ഷെ നിങ്ങൾ പാകപ്പെടണം. നമ്മുടെ പാപ്പയെ നമുക്ക് വേണം, നമ്മുടെ ബന്ധുക്കളെ നമുക്ക് വേണം, നമുക്ക് എല്ലാവർക്കും വേണം. മനസ്സിലായോ? ഇങ്ങനെ പാകപ്പെടണം കേട്ടോ. അത് വളരെ ചെയ്യണം, പാകപ്പെടണം. അല്ലെങ്കിൽ എന്താണ് ജീവിതം? ശരി. രണ്ടാമത്തേത് എങ്ങനെ പാകപ്പെടണം? പ്രാർത്ഥന. എല്ലാവരും പറയുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയാണ് പാകപ്പെടണം. ഇന്നു മുതൽ നിങ്ങൾ കണ്ണീരോട് പ്രാർത്ഥന. നിങ്ങളുടെ പേഴ്സണത്തെ പ്രത്യാശയിലും സ്നേഹത്തിലും പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന ആരംഭിച്ചു. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ വെള്ളത്തിലേക്ക് പോയി നിങ്ങൾ വിശ്രമിക്കുന്ന കടലിൽ നിന്ന് പ്രത്യാശ സ്നേഹത്തിന് വേണ്ടി നന്ദിയോടാണ്. സ്നേഹ പ്രത്യാശയ്ക്ക് വേണ്ടി നന്ദിയോടാണ്. ഈ പ്രാർത്ഥനയുള്ള പാകപ്പെടലിനെ ആർക്കും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു വിത്ത് മണ്ണിലേക്ക് പാകപ്പെട്ട് കിളികൾക്ക് വലിയ വൃക്ഷമായി മാറി. ആ വലിയ വൃക്ഷത്തിന്റെ പ്രത്യേകത കിളികൾക്ക് ആശ്വാസമാണ്. എത്രയോ വെയിലടിച്ച് ഉഴഞ്ഞു വീഴുന്ന ആൾക്കാർക്ക് ആശ്വാസമാണ്. ആ വൃക്ഷം ആശ്വാസമായി തീരുന്നത് പോലെ പ്രാർത്ഥനയാൽ നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ സാധിക്കും. 2 കാര്യങ്ങൾ. ഒന്നാമതാണ് ഒരു പാകപ്പെടൽ. അതിനകത്ത് അമ്മ വേണം, അമ്മ വേണം, എല്ലാവരും വേണം. അമ്മ മാത്രം പോരാ. അങ്ങനെ ഒരു പാകപ്പെടൽ. രണ്ടാമത്തേത് പ്രാർത്ഥനയുള്ള ഒരു പാകപ്പെടൽ. ഇനി വായിച്ചിട്ട് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് ഏറ്റവും അവസാനമുള്ള ഒരു സെന്റൻസ്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതുകൊണ്ട് ഇവ 3 നിലനിൽക്കുകയാണ്. വിശ്വാസത്തെ കുറിച്ച് ഞാൻ വളരെ കാര്യമില്ല. 2 വ്യത്യസ്തങ്ങൾ വാക്കുകൾ തന്നെ വീടും വിശ്വാസം കുറിപ്പല്ല. നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിനപ്പുറം നല്ല ജീവിതം ദൈവം എനിക്ക് വെച്ചിട്ടുണ്ട്. മറ്റൊരു വീട് ദൈവം പ്രത്യാശ. ആ ഒരു പ്രത്യാശമുണ്ട്. അടിസ്ഥാനപ്രമാണമാണ്. പക്ഷേ വായിച്ചത് ഈ വിശ്വാസം പ്രത്യാശ ഇതിൽ വളരെ എന്തായാലും സ്നേഹം. സ്നേഹം എന്താണ് സ്നേഹം? ഈ അടുത്ത ഏതോ ഒരു കല്യാണത്തിൽ ഞാൻ പോയി മെസ്സേജ് കൊടുത്തത് ഒരു കഥ ഒരു പറഞ്ഞിട്ടുണ്ടാ. ആഫ്രിക്കൻ മതാന്തരങ്ങളിൽ ഫീനിക്സ് പക്ഷി എന്ന് പറയുന്ന ഫീനിക്സ് പക്ഷി വ്യത്യാസത്തെ വഴിയുടെ ഞങ്ങൾ പറഞ്ഞതാണ്. ആ പക്ഷിയുടെ ചരിത്രം പിന്നീട് പറയുന്നത് കാട്ടുതീ പടരും അവിടെയുള്ള മലകളിൽ മനാന്തരങ്ങളിൽ കാട്ടുതീ പടർന്നുമ്പോൾ ഈ കള്ള ഫീനിക്സ് പക്ഷി 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അടയുകയാണ്. അതിനെ വളർത്താനായിട്ട് ഇങ്ങനെ 5 കുഞ്ഞുങ്ങളുണ്ട് ഈ കള്ള ഫീനിക്സ് പക്ഷിക്ക്. അപ്പോ ഈ കാട്ടിലെ ഏതോ അറ്റത്ത് കാട്ടുതീ തുടങ്ങുമ്പോൾ ഈ ഫീനിക്സ് പക്ഷി മണത്ത് മനസ്സിലാകും. 6 കിലോമീറ്ററിനകത്ത് തീ പടർന്നു പോയി. ഈ പക്ഷിയെ പറയാമോ?
ഈ ശരീരത്തിന്റെ കൂർത്തുകൂർന്ന് വെച്ച് വലിയൊരു ഒരു കുഴി ഉണ്ടാക്കി 5 കുഞ്ഞുങ്ങളെയും അതിൽ തള്ളിയിട്ടിട്ട് ഈ പക്ഷി ചിറക് വിരിച്ച് അതിൽ കാട്ടിൽ കൊണ്ടിരിക്കുകയാണ്, മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ ഇതുവഴി പക്ഷി കവലിൽ കിടക്കുന്ന ആ ഹോളിനെ അടച്ച് കവലിൽ കിടക്കുന്ന അതുവഴി കാട്ടിൽ പോയി. അന്ന് കഴിഞ്ഞ പിറ്റേ ദിവസം രാത്രിയൊക്കെ ആകുമ്പോൾ തീയെല്ലാം കാണി ശാന്തമായി. കാട്ടുമുമ്പൽ മുതലും എവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് തെരഞ്ഞെടുപ്പിച്ച് നടക്കുമ്പോൾ ആ കാണുന്നു ഒരു പക്ഷി രൂപത്തിൽ എന്തോ ഇരിക്കുന്നത്. മൂപ്പൻ ഓടിച്ചെന്ന് ഈ കൈ വച്ച് എടുക്കുമ്പോൾ ഒരു ചാമ്പലാണ് ആ പക്ഷിയായിട്ട് വരുന്നത്. അതൊക്കെ അകത്തേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് ഈ നവപക്ഷി 5 മിനിറ്റ് കുഞ്ഞുങ്ങൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ശബ്ദം ഉണ്ടാകുകയാണ്. എന്താണ് സ്നേഹം? Love each other is equal to dying each other. മനസ്സിലായോ? പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ ഒരു ഡെഫിനിഷൻ ഇല്ല. പരസ്പരം മരിക്കുക. ഇതുവരെ നിങ്ങൾ ഐക്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് മുതൽ ഈ സ്റ്റാൻഡുകളോട് സ്നേഹം, എങ്ങനെ പറയണം? പരസ്പരം മരിക്കുന്ന ഒരു സ്നേഹം. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യത്തിൽ കണ്ടോ, സ്നേഹം എന്ന് പറയുമ്പോൾ വിശ്വാസത്തെക്കാൾ വിശ്വാസത്തെക്കാൾ വലുതാണ്. അച്ഛനും വിശ്വാസത്തെക്കാൾ മറ്റൊരാൾ സ്നേഹം അതൊക്കെ കാര്യങ്ങളാണ്. സ്നേഹവും ബഹുമാനമുള്ള കുരുക്കോണത്തെ ചെയർമാനായിരിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ള നമ്മുടെ സഭയിലെ 5 വർഷങ്ങൾക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ് സഭാ ശുശ്രൂഷകനായി നമ്മുടെ മകന്റെ വളർച്ചയുടെ ആരംഭഘട്ടത്തിലേക്ക് കൂടെയായിരുന്ന പ്രിയപ്പെട്ട വില്യനായി, അതോടൊപ്പം അതിനുശേഷം 5 വർഷക്കാലം വീണ്ടും നമ്മുടെ സഭാ ശുശ്രൂഷകനായി നമ്മുടെ സഭയിൽ സേവനമനുഷ്ഠിച്ച മകന്റെ വളർച്ചയെ കണ്ട് സ്നേഹം നിറഞ്ഞ സത്യവാൻ, അത് കഴിഞ്ഞ് വീണ്ടും 5 വർഷക്കാലം കഴിഞ്ഞ് നമ്മുടെ സഭയിൽ സഭാ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രകാശ്, അതിനുശേഷം വീണ്ടും 5 വർഷം കഴിഞ്ഞ് നമ്മുടെ സഭയിൽ 5 വർഷക്കാല സഭാ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിച്ച സ്നേഹമുള്ള അച്ഛൻ, നമ്മുടെ സഭയിൽ നിന്നും വാർത്തെടുത്ത പ്രിയപ്പെട്ട രതീഷ്, അതുപോലെ ഈ സഭയിലെ സഭാ സഹശുശ്രൂഷകനായിരിക്കുന്ന രാജേഷ് സുശേഷകൻ, നമ്മുടെ സഭയിലെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന ആൻറ്റി, നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ എന്താ പറയുക ഒരുപാട് കാലം കൊണ്ട് ഉറ്റ സുഹൃത്തായി നമ്മളോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ട സെൻകുമാർ, ഇപ്പോ നമ്മുടെ സഭയിലെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള ഇപ്പോ കൂടെ ആയിരിക്കുന്ന ഇന്നീ കാണുന്ന ഈ സാധനങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചത്തെയും അച്ഛൻ കൂടെയൊക്കെ ഇരുന്ന് ഈ ബുക്കയൊക്കെ നമ്മുടെ മകന് വേണ്ടി റെഡിയായി കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് ഈ നമ്മുടെ മക്കളുടെ മോചനമാറ്റങ്ങളെ സഹകരിച്ച പ്രിയപ്പെട്ട ബന്ധുക്കൾ, അതോടൊപ്പം എൻ്റെ അനിയൻ ഡോൺ, പ്രിയപ്പെട്ട പപ്പ, അമ്മ, അതുപോലെ ഷീജ, കൂടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത വിലപ്പെട്ട സമയം നമ്മുടെ
അതോടൊപ്പം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ട്യൂഷൻ സെന്ററിലെ എല്ലാ അധ്യാപകർക്കും എല്ലാവർക്കും മുന്നോട്ട് വളർന്നു സദ്യ തുടങ്ങി എല്ലാവരെയും പങ്കെടുത്ത് കഴിച്ചു പോകണമെന്ന് അറിയാം. ഇന്നത്തെ ഈ സ്കൂളിൽ ഭക്തിനിർഭരമായ ഗാനങ്ങൾ ആരംഭിച്ചത് കൊടിയമ്മോളം ഇടവകയുടെ കൊയർ ടീമാണ്. കൊയറിലെ എല്ലാവരും കൊയറിലെ ദൈവനാമത്തിലുള്ള നന്ദി ഞാൻ പ്രകാശിക്കുന്നു. നമ്മുടെ ചടങ്ങ് അവസാനത്തെ സമയത്തിലാണ്. നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാഠശാലയിലെ മൂന്നാമത്തെ എന്നോടുള്ള സർവ നന്മകൾക്കായി എഴുന്നേറ്റ് പാടിയതിനു ശേഷം സമാപന പ്രാർത്ഥനയ്ക്കായി വിഴിഞ്ഞം ഡിസ്ട്രിക്റ്റിൻ്റെ അധ്യക്ഷനായ സത്യപാലനെ സമാപിക്കുന്ന സമയം വരെയും ഞങ്ങളുടെ ഭാഗ്യമായ സാഹചര്യമുണ്ടായിരുന്ന സ്തോത്രം ചെയ്യുന്നു. വരലും പ്രത്യാശയ്ക്ക് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ താഴെ ഉടമ്പടി വ്യവസ്ഥയിലൂടെ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയ ധാരാളമായി അംഗീകരിക്കണമേ എന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്നേഹത്തിന്റെ പര്യായങ്ങളായി പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തിലെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ മുഖ്യകാലം വിശുദ്ധജനാചനവർക്കായി പ്രാർത്ഥിക്കുന്നു. മറ്റ് സകല ശുശ്രൂഷകൾ പ്രാർത്ഥിക്കുന്നു. സന്ദേശം പ്രിയപ്പെട്ട അച്ഛനായി സ്തോത്രകർത്താവേ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയോടെ താങ്ങുവാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമ്പന്ന വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയോടെ കനാലുകൾ കല്യാണ വീട്ടിൽ പുരോഗതിവായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം സമൃദ്ധമായ വരുന്നവരുടെ ഗായസത്തെ മറ്റ് ശബ്ദത്തിൽ വിളിച്ചിട്ടെല്ലാം സ്തോത്രം തുടർന്ന് സ്നേഹസദ്യയുടെ സാന്നിധ്യം കൊടുക്കണമേ. മാനവത്വം സ്വീകരിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന സ്വതന്ത്രമായ
ഇന്ന് വിവാഹം പൂർത്തിയാക്കിയ പ്രത്യാശ കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വട കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വട കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂങ്കിരകൾ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വട കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വട കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ എന്തൊരു ചേലാണ് നെഞ്ചില് നീരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ
സ്വരമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുവായി പകലിലെ വഴികളിൽ വെയിലു പോലയുവാൻ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. ഗമപപ്പത്തപ്പ ഗമപപ്പത്തപ്പ ഗമപപ്പ പമദത്ത സക്കിരപ്പ ഗമപപ്പത്തപ്പ ഗമപപ്പ സപ്പ ഗമപപ്പ പമദത്ത പരമഗരി മഗരി ദരിസ. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തും മിഴിയോടെ ഞാനിരിക്കാം. ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും. ഹിമചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും. മണിക്കുടിലിൻ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും. എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്. ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ വെയിലു പോലയുവാൻ. ഉടമ്പടി അവർ കൈക്കൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവർ സ്വീകരിച്ചിരിക്കുന്ന ഉടമ്പടികൾ ദൈവമേ അവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായി കർത്താവേ സ്വീകരിക്കുവാൻ അതിനെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിവാഹ നിശ്ചയം ചെയ്തുകൊണ്ട് തങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഉടമ്പടി വിവാഹ ശുശ്രൂഷകളെ പൂർത്തീകരിക്കുവാൻ തുടർന്നുള്ള ജീവിതത്തിൽ കർത്താവേ ഏറ്റവും അനുഗ്രഹകരമായ ജീവിതം നയിക്കാനുള്ള സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവർ പരസ്പരം മധുരം കർത്താവേ പരസ്പരം പങ്കുവയ്ക്കുന്ന മധുരം ദൈവകൃപയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുവാനുള്ള സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്ന വലിയ കർത്താവ് വൈദികർക്കായി ശുശ്രൂഷകർക്കായി സ്തോത്രം. മാതാപിതാക്കൾക്കായി പ്രിയപ്പെട്ട എല്ലാവർക്കായും സ്തോത്രം. അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ ശരണപ്പെടുന്നവരുടെ ജീവിതത്തെ ദൈവം ഇന്നു മുതൽ പണിയുവാൻ ആരംഭിക്കുന്നതിനായി സ്തോത്രം. യേശു മിശിഹാ നാമത്തിൽ പിതാവേ.
നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടിയില്ലേ നീ നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയെ എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ തന്നെ നിഴലായി നീയില്ലേ എന്നാളും നീല നിലവേ നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ ആവശ്യകതകൾ അറിഞ്ഞ കർത്താവേ അവിടുന്ന് മനസ്സിൽ
അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. പിതാവേ, അവിടുത്തെ കൃപയും സഹായിക്കണമേ. നീതിമാന്റെ തലമുറയുടെ പേരിൽ പകരുമെന്ന് വാഗ്ദത്തം ചെയ്ത എല്ലാ നന്മകളും മക്കളുടെ പേരിൽ അവിടുത്തെ യാതന കേട്ടവരുടെക്കായി ആശീർവാദം ഏക ദൈവത്തിന്റെ കൃപയും സമാധാനവും പ്രിയമുള്ള മക്കളിലേക്കുള്ള ഉടമ്പടിയോടും തുടർന്ന് ആസന്നമായിരിക്കുന്ന വിവാഹ ശുശ്രൂഷയും കുടുംബങ്ങൾ നടക്കുന്ന എല്ലാ ഒരുക്കങ്ങളോടും എല്ലാവരുടെയും മടക്കി യാത്രകളുടെ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമോ മനതാരിൻ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ മാരൻ മറുകിൽ ചോരും മധുരം നീയേ 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 മാറിൽ കുളിരായി മൂടും ഉയരിൻ തീയേ തീയേ തീയേ
അലകളിൽ അവളുടെ മനമെഴുതാം. തൊടികളിൽ അവളുടെ അകമറിയാം. കാറ്റിൽ അവൾ ശ്വാസം വീശും കിനാജാലം ദൂരെ തുറന്നാരോ. വാനിൽ അവൾ ചായും മേഘം വെയിൽ കായും നേരം വരും ഞാനും. ഇവനെന്റെ നെഞ്ചിൽ കുറുകുന്ന പോലെ ഇനിയാരും എന്നുള്ളിലില്ലേ. പറയാതെ എന്നിൽ മഴ പെയ്ത പോലെ നനയുന്ന പൂമുല്ലയായി. മുനയുള്ള നോക്കിൽ വഴുതുന്ന വാക്കിൽ അറിയാതെ വീഴുന്ന പോലെ തിരയുന്നൊരുള്ളിൽ തളിരുന്നു മെല്ലെ പതിവായി പിന്നാലെ പോവേ.